എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പെട്ടു, ഇനി ബാക്കിയുള്ളവരും പെടരുത് എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ കൊടുത്ത് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്തയെടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് വിദ്യാർത്ഥികൾ പെട്ടു, ഇനി ബാക്കിയുള്ളവർ പെടരുത് എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാ വർഷവും അതേ സമയത്ത് വീഡിയോ ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് വാലിഡിറ്റി പീരീഡിനെ കുറിച്ചാണ്. നമ്മളൊരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ 5 to 6 ഇയേഴ്സാണ് ആ പ്രോഗ്രാമിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ഇതിൽ പെട്ടുപോയിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാൻ പോവാണ്? പെടാൻ പോകുകയാണെന്ന് തന്നെ പറയാം. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ പെട്ട് കഴിഞ്ഞു. ഇനി അവർക്ക് വൺ ടൈം എഴുതി ചാൻസ് ഏതെങ്കിലും സെമസ്റ്റർ സപ്ലി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ എക്സാം എപ്പോൾ വിളിക്കുമെന്നോ ഏത് ഡേറ്റിൽ വിളിക്കുമെന്നോ ഒന്നും ഒരു വിശദീകരണമോ ഒന്നും ഉണ്ടാവില്ല എന്നല്ല, അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ ചാൻസും കുറവാണ്. അതുമാത്രമല്ല, ഇതിന് കൃത്യമായ സമയമില്ല. യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിലൊക്കെ കൂടി തങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയത്താണ് ഇത് വിളിക്കുക. 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഈ അവസ്ഥയിലേക്ക് ചെല്ലുകയാണെന്നുള്ളത് പറയാം. കാരണം 2020 പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 2026 ഈ വർഷം എന്ന് പറയുന്നത് 6 വർഷം പൂർത്തിയാകുകയാണ്. 2020 പ്രവേശനം നേടിയ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൻ്റെ വാലിഡിറ്റി പീരീഡ് 2026 കഴിയും. ഈ വരാൻ പോകുന്ന 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാം. ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന 1 മുതൽ 6 വരെയുള്ള സെമസ്റ്റർ പരീക്ഷകൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് 2026 കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് കുറവാണ്. ചിലപ്പോൾ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിച്ചേക്കാം. കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നടക്കുക. പക്ഷേ അത് കഴിഞ്ഞ് വരാൻ പോകുന്ന 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% ചാൻസ് കുറവ് തന്നെയാണ്. അത് പറഞ്ഞാൽ 2021 അഡ്മിഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് അടുത്ത വർഷമാണ് അവരുടെ അവസാന ചാൻസ്. അങ്ങനെ ഓരോ വർഷവും എൻറോൾ ചെയ്തവരുടെ ഓരോ വർഷം പോകുമ്പോൾ ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് ഇവിടെ പറയാനുള്ള ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഓരോ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു പോകുമ്പോഴും അത് ക്ലിയർ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്ത പക്ഷം വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 1ാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നമ്മൾ 3ാം സെമസ്റ്ററിൻ്റെ കൂടെ എഴുതാം. 2ാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ 4ാം സെമസ്റ്ററിൽ എഴുതാം. ഈ സപ്ലി വന്നാലും പണിയാണ്. നമ്മൾ മറ്റേതെങ്കിലും സെമസ്റ്ററിൻ്റെ കൂടിയാണ് പരീക്ഷകൾ എഴുതേണ്ടത്. അത് എഴുതാമെന്നെങ്കിലും വെക്കാം. പക്ഷേ ഇതുപോലെ ചാൻസ് കഴിഞ്ഞു പോകുന്ന അവസ്ഥ വല്ലാത്ത പ്രശ്നം തന്നെയാണ്. തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ തീർച്ചയായും വരുന്ന മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എന്നെ മിസ്കറിയാം. ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ടെക് ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.